നമ്മളിപ്പോൾ സ്വിസ്സിലെ ബോർഡർ കടക്കാൻ പോവുകയാണ്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഇപ്പം മൂന്നാമത്തെ റെസ്റ്റിംഗ് പ്ലേസിലാണ്. അവിടെ ഞങ്ങൾ ഫ്രഷപ്പ് ആവാൻ വേണ്ടി പോവാം. ബ്രഷൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി വരാമെന്ന് വെച്ചു. ഇവിടുന്ന് നമ്മുടെ വ്യൂ പോയിന്റിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. എൻ്റെ നെറ്റ് ഓണല്ല. അപ്പൊ നമ്മളിപ്പോൾ എവിടെയാണ് എത്തിയിരിക്കുന്നത്? നമ്മളിപ്പോ സ്വിറ്റ്സർലാൻഡിലാണ്. നമ്മൾ സ്വിറ്റ്സർലാൻഡിലെത്തി. ഇത് സ്ഥലത്തിന്റെ പേര് ബാസലില് ഒരു റെസ്റ്റിംഗ് പ്ലേസിലാണ്. അപ്പോൾ ഇന്ന് ജൂലൈ 11. ഈ വീഡിയോ എന്ന് പോസ്റ്റ് ചെയ്തിരിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്വിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു മോമോസ് ഡയറി. ഭംഗിയല്ല, എനിക്കറിയില്ല എന്തുവാ പറയണെന്ന്. പക്ഷെ എന്തോ ജർമ്മനിയിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇത് കിടുക്ക് പോലെ റോഡ് തോന്നിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ തോന്നി. ജർമ്മനി വലിയ റോഡാണ്. നമ്മള് മറ്റേ റെസ്റ്റിംഗ് സ്ഥലത്ത് പോയിട്ട് പല്ലും തെറ്റില്ല, ഒന്നും ചെയ്തില്ല. അവിടെ ഫുൾ തിരക്കായിരുന്നു. എന്തോ ഒരു ടൂറിസ്റ്റുകാരൊക്കെ വന്ന് ബാത്റൂമിൽ ഫുൾ ക്യൂ. പിന്നെ ഞാൻ ബാത്റൂമില് ഇതിൽ കൂടിയും കണ്ടു. അതിനകത്തൊട്ട് സ്പേസും ഇല്ല. എനിക്ക് ഇഷ്ടമായില്ല അത് കണ്ടിട്ട്. ജർമ്മനിയിലെ റെസ്റ്റിംഗ് പ്ലേസ് അടിപൊളിയായിരുന്നു. നല്ല സെറ്റപ്പ് ഒക്കെ ഇന്നലത്തെ വ്ളോഗിനകത്ത് വീഡിയോയിലത്തിൽ കണ്ടില്ലേ. ഇതൊന്നുമില്ല. ഒരു കുഞ്ഞ് കിടുക്കറും. എനിക്ക് അവിടെ പോയി ഡ്രസ്സ് മാറാൻ പറ്റില്ല. നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ മോർണിംഗ് സൺറൈസ് കണ്ടിരിക്കുന്നു. ഞാൻ സണ്ണ് വരുന്നത് കണ്ടില്ല, പക്ഷെ കിരണങ്ങൾ കണ്ടു. ഇന്നലെ എങ്ങനെ ഉണ്ടായിരുന്നു വണ്ടി ഓടിച്ചിട്ട്? നല്ലായിരുന്നു. എനിക്കും ക്ഷീണമൊന്നുമില്ലായിരുന്നു. ഉറക്കം വന്നപ്പോ ഉറങ്ങി. നമുക്ക് അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നും ഇല്ലായിരുന്നു. നന്നായിട്ട് നമ്മുടെ ചെയറൊക്കെ നേരെ ആക്കി. എനിക്ക് പില്ലോ ഒക്കെ ഉണ്ടോ, പില്ലൊക്കെ വെച്ച് സെറ്റാക്കി ഉറങ്ങിയത്. പെട്ടെന്ന് തന്നെ എണീറ്റു. പെട്ടെന്ന് ഒരു 3.5 മണിക്കൂർ ഞാൻ ഉറങ്ങിയുള്ളൂ. അല്ല, 4 മണിക്കൂർ ഉറങ്ങി. 4 മണിക്കൂർ ഉറങ്ങിച്ചാൽ അത്രേ അപ്പത്തേക്ക് ക്ഷീണമൊക്കെ മാറി. വേറൊരു കാര്യം, ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് നെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. സ്വിറ്റ്സർലാൻഡ് യൂറോപ്യൻ കൺട്രി അല്ലെന്ന് ഞാനിപ്പോ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തപ്പോഴാട്ടോ അറിഞ്ഞത്. യൂറോപ്യൻ കൺട്രി അല്ല, യൂറോപ്യൻ കൺട്രി തന്നെ. ശരിയാട്ടോ. അതുകൊണ്ട് നെറ്റ് ഒന്നും ഇല്ല. നെറ്റ് ഓൺ ആക്കിയാൽ പൈസ പോകും. അതുകൊണ്ട് ഇന്ന് ഫുൾ നെറ്റ് ഓഫ്. എങ്ങനെയാ റീലെടുക്കും എനിക്കറിഞ്ഞൂടാ. അയ്യോ. പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് എന്തായാലും സ്വിസ് വ്ളോഗ് ആണല്ലോ. 3 സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നത്. ഫസ്റ്റ് നമ്മള് ഇപ്പൊ പോകുന്നത് ലൗട്ടർബ്രൂണിലേക്കാണ് പോകുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഇന്റർലേക്കിലേക്ക് പോകും. ഇന്റർലേക്കിൽ പോയിട്ട് അവിടെ നിന്ന് ഞങ്ങളുടെ 3ാമത്തെ ഡെസ്റ്റിനേഷൻ ഇൻസെൽറ്റ് വാൾഡ്. അതൊരു ഈവനിങ് അവിടെ ആയിരിക്കും. ഇൻസെൽറ്റ് വാൾഡിൽ നിന്ന് നമ്മള് ടാറ്റാ ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ ജർമ്മനി പോകുന്നതായിരിക്കും. 3 സ്ഥലം. ഇന്ന് നമ്മുടെ ഒരു ഡേറ്റിംഗ് ഡേ ആണ് സ്വിസ്സില്. നാളത്തെ നമ്മുടെ പ്രത്യേകത എന്തായിരുന്നു? എന്ത് ആനിവേഴ്സറി? നാളെ ഞങ്ങളുടെ 15th ലവ് ആനിവേഴ്സറി ആണ്. ഡേ ബിഫോർ ആനിവേഴ്സറി. കൊള്ളാം. അയ്യോ, അത് സ്വിറ്റ്സർലാൻഡില്. നമ്മൾ ഒരു 13 വയസ്സിൽ ചിന്തിച്ചായിരുന്നോ 15ാമത്തെ ആനിവേഴ്സറി സ്വിറ്റ്സർലാൻഡിൽ എത്തുമെന്ന്? കുറച്ച് കഴിഞ്ഞ് വരാം. പിന്നെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ അവിടെ എത്തിയിട്ട് ലൗട്ടർബ്രൂണിൽ എത്തിയിട്ട് വീഡിയോ എടുക്കാം. ബൈ ബൈ.
പേരാണ് സ്റ്റൗ ഫാൾ. നോക്ക് ഈ സാധനം കാണാനാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹലോ, അങ്ങനെ ഞാൻ ലുട്ടോ ബ്രൗണിലെത്തി ഗൈസ്. ഇവിടെ ഇപ്പോൾ തിരക്കൊന്നുമില്ല, ഞങ്ങൾ നേരത്തെ വന്നോണ്ട്. നമ്മളെ ആ ഒരു വാട്ടർഫോള് കാണാനാണ്. പിന്നെ ഇവിടുത്തെ താഴ്വര വായിൽ കൂടി ഇങ്ങനെ ഓടി ഓടി നടക്കാം. മോനസ് കാർ പാർക്കിങ്ങിൽ ടിക്കറ്റ് എടുക്കാൻ പോയേക്കുവാ. ഞാൻ ഡ്രസ്സൊക്കെ മാറി. കുറേ സംസാരിക്കാൻ ഇങ്ങനെ പറ്റില്ല കേട്ടോ. ഞാൻ സ്വിസ് വ്ളോഗിൽ നമ്മുടെ കുറച്ച് വീഡിയോസും ഇടയ്ക്കൊക്കെ ഞാൻ സംസാരിക്കുള്ളൂ, കാരണം ചാർജ് തീരുന്നതുകൊണ്ട് എനിക്ക് പറ്റില്ല. പക്ഷേ പവർ ബാങ്ക് ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് നല്ല വ്യൂസ് ഉള്ള ഭാഗമൊക്കെ വീഡിയോ എടുത്ത് വെക്കാം. ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ കാണാം, നേരിൽ ചെന്നിട്ട് കാണിക്കാം. നമ്മളെ ലവ് ടാപ്പ് റൂമിൻ്റെ ബെഞ്ചിലിപ്പോൾ ഇരിക്കണം. കാണിച്ചു കൊടുക്കാം അങ്ങോട്ട് സൈഡിലോട്ട്. ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്. ഞങ്ങളുടെ മുകളിലിതാ വാട്ടർഫോൾ. നമുക്ക് ആ വാട്ടർഫോളിന് മണ്ടേ കയറാൻ പറ്റുമോ? അവിടെ വരെ പോകാൻ പറ്റും. ഇല്ല, നല്ല രസമുണ്ട് ഈ താഴ്വരയിൽ ഇരിക്കാനൊക്കെ. അടിപൊളി സ്ഥലം, നല്ല റൊമാൻറ്റിക് സ്ഥലമാണ് കേട്ടോ. കൊള്ളാം. ഞങ്ങൾ രാവിലെ വന്നോണ്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ ഇവിടെ. എന്താ പിന്നെ ആയിരിക്കും ഭൂതങ്ങളാണ്? മീൻസ് ഒത്തിരി തിരക്കൊന്നുമില്ല. ഭയങ്കര റൂഹായിട്ട് നമുക്ക് ഇരിക്കാം. നമുക്ക് മേളിൽ പോവാം. ഞങ്ങൾ മേളിലോട്ട് പോവാം. ഈ ഒരു വാലിയില് ഒരു കൃഷിയുണ്ട്, ഒരു പള്ളിയുണ്ട്, ഒരു ക്യൂട്ട് പള്ളി. പറ്റുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രാർത്ഥിച്ചിട്ട് പോവാടെ. വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ എന്തോ ഞങ്ങൾ അവിടെ നിന്നാണ് വരുന്നത്. അങ്ങാണ് കാറിട്ടേക്കുന്നത്. അവിടെ നിന്ന് നമ്മളിങ്ങനെ കയറി ഇവിടെ വന്നു. ഇനി മേപ്പോട്ട് പോകാനുണ്ട്. ബാ. ഞങ്ങളിപ്പം എക്കോ എന്തേനു പറയുന്നത്? എന്തോ സാധനം പറയുന്നത് തിരിച്ചു പറയും. ഹായ്, എന്തുകൊണ്ട് വിശേഷം? ലവ് യു. ആ വെട്ടത്തിൽ നിൽക്ക, അവിടെ നിൽക്ക. ആ വെള്ളച്ചാട്ടത്തിലോട്ടാണ് പോകുന്നത്. നനയും. സിമെന്റിന്റെ വേണം. അയ്യോ, മേളിന്ന് വെള്ളം മലയുടെ ഉള്ളിൽ കൂടെ നമ്മൾ നടന്നു പോകുന്നേ. മനസ്സിലായോ? അവിടുത്തെ മഴ പെയ്യുവാണ്.
കഴിഞ്ഞു. എന്താ എന്റെയാണ്. നമ്മൾ ഇനി താഴോട്ട് പോയല്ലേ, വെള്ളച്ചാട്ടം എങ്ങനെ ഉണ്ട്? നല്ല അടിപൊളിയാ. ഇതിങ്ങനെ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നുണ്ട്. നല്ല രസമുണ്ട്. ഈ സ്ഥലവും ഈ വെള്ളച്ചാട്ടവും ലൊക്കേഷനും ഇതൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. നല്ല രസമുണ്ട് എനിക്ക്. താങ്ക് യു. ഉണ്ടോ? ഞങ്ങളുടെ ബാക്കിൽ ഇപ്പൊ വെള്ളച്ചാട്ടമാണ്. ഞങ്ങളൊരു പാറയുടെ മലക്കുള്ളിലാണ് നിൽക്കണേ. എന്നിട്ട് ഈ സൈഡിൽ കൂടി ഇങ്ങനെ താഴെ വീണാൽ നമ്മൾ പടമാണ്. കൺഫേം അല്ലേ? ഗൈസ് നല്ല നല്ല രസമുള്ള, നല്ല ഭംഗിയുള്ള, കണ്ടാലും മതി തീരാത്തൊരു സ്ഥലം ഈ ഒരു ഈസാ മൗണ്ടൻ. ഇത് കൊള്ളാം, അടിപൊളി സ്ഥലം. എനിക്കൊന്ന് പോകാൻ തോന്നി. നല്ല രസമാണ്. പക്ഷെ ഒരു ദിവസത്തെ ട്രിപ്പായി പോയി. കാരണം നമുക്ക് ഇവിടെ വന്നാൽ ഇവിടെ തന്നെ നമുക്കൊരു 3-4 മണിക്കൂർ സ്പെൻഡ് ചെയ്യാൻ പറ്റും, കണ്ടിരിക്കാൻ പറ്റും. നമുക്ക് റൂഹായിട്ട് കഥയൊക്കെ പറഞ്ഞ് സമാധാനത്തോടെ നമുക്കിങ്ങനെ നമ്മുടെ തിരക്ക് പിടിച്ച ലൈഫിൽ നിന്നൊരു ഒരു സ്ട്രെസ് റിലീഫ് ഇവിടെ കിട്ടും. അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്കിനി ഇവിടുന്ന് 2 സ്ഥലം ഇനിയും കാണാൻ പോകുന്നുണ്ട്. പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇപ്പോഴേ പോകണ്ട. ഇവിടെ നല്ല തണുപ്പ്, ഇങ്ങനെ മോൻസിനെ കെട്ടിപ്പിടിച്ച് വിളിക്കാൻ ഒക്കെ തോന്നുക സ്ഥലം കൊള്ളാം. ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുക. ഇവിടുന്ന് ഇറങ്ങി ഞങ്ങൾ വീണ്ടും താഴെ ചെല്ലും. എന്നിട്ട് ഒന്നും കൂടി ഞങ്ങൾ താഴ്വരയിൽ കൂടി നടക്കും. ഇത് നോക്ക്, ഇവിടെ മല, അവിടെ താഴ്വര എന്നൊക്കെ നമുക്ക് ട്രെയിൻ പോകുന്ന കാണാം, മല കാണാം, എല്ലാം കാണാം. ദൈവത്തിനെയും കൂടി ഇനി കണ്ടാൽ മതി. അങ്ങനെ നമുക്കൊരു ഹെവന്ന് വിളിക്കാം. പിന്നെ താഴെ എത്തിയിട്ട് കാണാം. വെള്ളത്തിൽ എന്തൊക്കെ അഴുക്കുണ്ടാവും. പക്ഷെ ഇവിടെ പറഞ്ഞേക്കുന്ന 2007 തുടങ്ങിയതായത്. 2007 2007 100 വർഷമായി. ആ കാണുന്ന വെള്ളച്ചാട്ടത്തിലെ വെള്ളമാട്ടോ ഇത്. നല്ല ടേസ്റ്റ് ഉണ്ട്. വെള്ളം ദാഹിക്കുമ്പോ കുടിക്കാം. നല്ല തണുപ്പുണ്ട് കേട്ടോ. അവിടെ എന്റെ ഉടുപ്പ് എടുത്തിനെ കണ്ട പ്രിൻസസിനെ പോലെ ഉണ്ടോ? ആ ഉണ്ട്. നമുക്കപ്പോ ഇവിടുന്ന് പോയാലോ അടുത്ത സ്ഥലത്തോട്ട്? അപ്പൊ ലൗട്ടർ കിളിക്കൂട് കൂടത്തെ ടോയ്ലറ്റാ. അത് നല്ല ലൊക്കേഷന്. അതിനകത്ത് കേറിയിട്ട് ഇറങ്ങിയ ആൾക്കാര് വരുന്നു. ഇത് കണ്ടോ, ക്യൂട്ടായിട്ടുള്ളൊരു സെമിത്തേരി. മരിക്കാൻ കൊതിയാവുന്നു ഇവിടെ കിടന്ന് ഉറങ്ങാൻ. നോക്ക്, നല്ല രസം. വെള്ളച്ചാട്ടം കണ്ട് നല്ല പൂക്കളൊക്കെ ആസ്വദിച്ച് സുഖമായിട്ട് കിടക്കാം. സ്ട്രെസ് ഫ്രീ ലൈഫ്. ഇങ്ങനെയാണ് എന്ത് വൃത്തിയായിട്ട് ആ ഗാർഡൻ ചെയ്തേക്കുന്നത്. ഇങ്ങനെ പൂവൊക്കെ കൊണ്ട് വെച്ച്. ഇത് പൂ കൊണ്ട് വെക്കുവല്ല, ഇവര് ഇവിടെ തന്നെ നട്ട് വളർത്തുവോ? ഇവർക്ക് പൂ വെക്കേണ്ട ആവശ്യമില്ല. ഇത് പറഞ്ഞേക്ക് നല്ല ആത്മാക്കളാണെങ്കിൽ അവരെ സെമിത്തേരില് കൊറേ പൂ തന്നെ ഇങ്ങനെ പൊട്ടി മുളച്ചു വരും. അവര് സ്വർഗത്തിലായിരിക്കും. അതൊരു അരുവിയാ. ആ മേളിന്ന് വരുന്ന വെള്ളം അവിടെ സ്റ്റോർ ചെയ്യും. അപ്പൊ ഞങ്ങള് ഈ സ്ഥലത്തിന് വരുന്ന ലൗട്ടർ ബ്രൂണനിൽ നിന്ന് ഞങ്ങൾ അടുത്ത ഇന്റർലേക്കനിലോട്ട് പോവാണ്. ഇത് അടിപൊളി സ്ഥലമാണ്. ഞങ്ങളിവിടെ 2 മണിക്കൂറേ നിന്നുള്ളൂ.
2 മണിക്കൂറൊക്കെ മതി. ഞങ്ങൾ നേരത്തെ വന്നോണ്ട് അത്യാവശ്യം എന്താ തിരക്കില്ലാണ്ട് എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റി. ഇപ്പൊ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിക്കൊണ്ടിരിക്കുക. ഫുൾ പാർക്ക്പ്ലക്സ് ഒക്കെ ഫുൾ ആവാറായി. അപ്പോൾ നമ്മൾ അടുത്ത ഇന്റർലേക്കിൽ വെച്ച് കാണാം ഗൈസ്. ഓക്കെ ബൈ. ഇതാണ് ഇവിടുത്തെ ചെറിയ സിറ്റി. എന്തൊരു ആൾക്കാരല്ലേ. ഞങ്ങൾ ഇവിടുന്ന് പോവാ. എല്ലാരും ഇപ്പം വന്നു തുടങ്ങി. ആ ട്രെയിൻ നോക്ക്. എന്റെ സീരീസ് കാണാൻ. അതെ നോക്ക്. ഈ ട്രെയിനൊക്കെ കണ്ടോ? അങ്ങനെ അങ്ങനെയൊന്നുമില്ല. നമ്മളിപ്പോ ഇന്റർലേക്കിൽ നമ്മൾ 2ാമത്തെ സ്ഥലത്തെത്തി. പക്ഷെ ഇതൊരു പാർക്കാണ്. ഇതാണ് ഇന്റർലേക്ക്. ഞങ്ങള് ഇവിടെ കൂടെ നടക്കുക. ഇത് ചുമ്മാ ഒരു പാർക്കിൽ കൂടി ഇങ്ങനെ നടക്കുക. എന്നിട്ട് ഇവിടുത്തെ ആൾക്കാരെ ഇവിടെ പ്രൊഫഷണൽ ടെന്നീസ് പാരാഗ്ലൈഡിങ് ചെയ്യണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യാം. പക്ഷെ എനിക്ക് മോൻസിനും പേടിയായതുകൊണ്ട് കേറുന്നില്ല. പിന്നെ ഇവിടെ അതിനെ ഉണ്ടെന്ന മോൻസ് കേറിട്ടോ. എനിക്ക് താല്പര്യമില്ല. ചുമ്മാ ഞങ്ങൾക്ക് അറിയും. എനിക്കും പേടിയാ. പിന്നെ ഇതുവഴി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം, സ്ട്രീറ്റ് എക്സ്പ്ലോർ ചെയ്യാം, ഫുഡ് കഴിക്കണമെങ്കിൽ കഴിക്കാം. പിന്നെ ഈ പാർക്കിലിരുന്ന് വായി നോക്കി ഇരിക്കാം. ഇതാണ് ഇവിടുത്തെ ലക്ഷ്യം. പ്രത്യേകിച്ച് ഇവിടെ ഒന്നുമില്ല. ചുമ്മാ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂഹായിട്ട് നടക്കാം. നല്ല ക്ലൈമറ്റ് ആണ്. ഇപ്പൊ കുറച്ച് വെട്ടമൊക്കെ വന്ന് അവനെ കാണിച്ചില്ല. മനസ്സ് അവനെ കാണിക്കാം. നമുക്ക് അവിടെ അടുത്തെത്തിയാലേ കാണത്തുള്ളൂ. നമ്മുടെ ബാക്കിൽ ടെന്നീസ് കോർട്ടാണ്. അവരെ കാണിച്ചോ? അവരെ അടുത്തെത്തുമ്പോ കാണിക്കാം. അവിടെ ലാൻഡ് ചെയ്യുന്നിടത്ത് പോവാം നമുക്ക്. അറ്റം തൊട്ട് ഈ അറ്റം വരെ ഇവര് ലാൻഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അവര് ലാൻഡ് ചെയ്യാൻ കറങ്ങുക. നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. ആ അറ്റം തൊട്ട് ഈ അറ്റം വരെ 20 യൂറോയ്ക്ക് പറപ്പിക്കാൻ. എന്നാലും എനിക്ക് പേടിയാ. ഇവരെവിടെ നിന്നായിരിക്കും? ആ മലയുടെ മണ്ടനാണോ പറക്കുന്നത്? അല്ല എന്ന് തോന്നുന്നു. ഇവിടുന്ന് തന്നെ അവര് പറക്കുന്നത്. അതുകൊണ്ട് ഓടിയിട്ട് പൊങ്ങും. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരിക്കും. അതാണ് നമ്മളിപ്പോ എന്താ ചെയ്യുന്നേ? ഞങ്ങള് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലായിട്ട്. പിന്നെ കുറച്ച് ഞങ്ങളുടെ ഒരു മോൻസ് പറഞ്ഞായിരുന്നു പിന്നെ പ്രിവാറ്റ് സ്പേസ് വേണമെന്ന്. കാരണം ഞങ്ങൾ ആനിവേഴ്സറി, ഞങ്ങൾ ഡേറ്റിംഗ് അല്ലേ, അപ്പോൾ കുറച്ച് പ്രൈവസി കൊടുക്കണം. അപ്പോൾ എപ്പോഴും ഫോൺ പിടിച്ച് നടക്കും മോൻസിനോട് ഇങ്ങനെ ഇരിക്കുക. അപ്പം മോശമല്ല, ഞാനും കോപ്പറേറ്റ് ചെയ്യണ്ടേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ കുറേ നേരം ഇരുന്നു, ഫോട്ടോ എടുത്ത് സംസാരിച്ചു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകും. ഇവിടെ തന്നെ പാർക്കായതുകൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാം. ഇൻസൾട്ട് വേൾഡ് എന്ന് പറയുന്ന ഒരു ലേക്കിൻ്റെ അടുത്തോട്ട്. അവിടെ ആയിരിക്കും നമ്മൾ കുറച്ച് നമ്മുടെ ആനിവേഴ്സറി ഫോട്ടോസ് എടുക്കാൻ പോകണം. എന്ത് കൊത. അല്ല, അത് നമ്മുടെ ഫോട്ടോസ് അങ്ങനെയല്ല, ചുമ്മാ ഞാനങ്ങ് പറയുക. ഇവിടെ അധികം വരുന്നില്ല. കുറേ എല്ലാവരും വന്ന് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുക്കുന്നു. പ്രത്യേകിച്ച് ഒന്നുമില്ല. മോൻസിന് ഇവിടെ ഇഷ്ടമായോ? അടിപൊളി, നല്ല സ്ഥലം. പക്ഷേ പാരാഗ്ലൈഡിങ്ങിൽ കയറാനൊരു പക്ഷെ അത് നൈസായിരുന്നു കേട്ടോ. കയറേണ്ടവർക്ക് ഈ സ്ഥലത്ത് വന്ന് അത് എക്സ്പ്ലോർ ചെയ്യുന്നതാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ നമുക്കിങ്ങനെ ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് കഴിക്കാം. യെസ്, അത് കൊള്ളാം. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആയിട്ട് മോൻസിൻ്റെ ഓരോ കാര്യങ്ങൾ മോൻസ് പറയണ കേൾക്കണോ. ഇതിൻ്റെ മണ്ടയിൽ കയറി തോള വീണൊക്കെ താഴെ വീഴും. മോൻസ് താഴെ വീണ് ചത്തുപോവും. എന്നിട്ട് ഞാൻ എങ്ങനെ തിരിച്ചു പോവും. ഇതൊക്കെ കേട്ടാൽ പിന്നെ എങ്ങനെയാ കയറാൻ തോന്നുന്നേ?
അനെ മോൻസിന് താല്പര്യം ഉണ്ടെങ്കിൽ ലെസ്റ്റ് ചാൻസ് ആണ്, വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാം, ട്രീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എനിക്ക് ട്രീറ്റ് വേണ്ട. എന്നാ വേണ്ട, നമുക്ക് പോവാം. ഇവിടെ ഒരു ടെന്നീസ് കോർട്ട് ഉണ്ട്. സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ചാടാൻ പറഞ്ഞിട്ട് ഞാൻ ചാടിയില്ല. പിന്നെ ഇനി ഇതിന്റെ വണ്ടയ്ക്ക് കയറാൻ പോകുന്നത്. എനിക്ക് ഹൈറ്റ് പേടിയാ, അതുകൊണ്ടാ. കയറണ്ട, നമുക്ക് കഴിക്കാൻ. എനിക്ക് വിശക്കുന്നു. രാവിലെ എന്നാ കഴിച്ചു? ഞങ്ങൾ രാവിലെ ബദാം പിന്നെ ഗ്രേപ്സ് അതേ കഴിച്ചുള്ളൂ. ജ്യൂസ് ഉണ്ട്, ജ്യൂസ് കുടിച്ചില്ല. സാരമില്ല, ഇനി ഫുഡ് ചപ്പാത്തി കഴിക്കാം. ചപ്പാത്തി ഞങ്ങൾക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ട്. അതൊക്കെ റോസ്റ്റ് മോളൂസ് ഉണ്ടാക്കിയ ചിക്കൻ റോസ്റ്റ് അത് കഴിക്കും. സ്വകാര്യം പറയണം. അല്ല, എനിക്ക് ഉറക്കെ പറയാം. ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു വീഡിയോക്കകത്ത്, എനിക്ക് ഇങ്ങനെ ഉറക്കെ സംസാരിക്കാൻ അറിയാം, പക്ഷെ എനിക്കിങ്ങനെ പറ്റൂല. ഞാൻ ശരിക്കും ഇങ്ങനെ സംസാരിക്കണം, അപ്പം ഇങ്ങനെ പറ്റുള്ളൂ. ഞാൻ ഉറക്കൊക്കെ പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയൊക്കെ പറയണ പോലെ ഇരിക്കും. ഇപ്പം എനിക്ക് സ്പീഡ് സംസാരിക്കാൻ അറിയില്ല. പിന്നെ ഞാൻ എന്താ സ്ഫുടത കുറവാണ്. ഈ വീഡിയോ കാണുന്നതിൽ ഫുള്ള് കുലുങ്ങി കാണും. ഓ, എൻ്റെ ബാക്ക് വ്യൂ ഉണ്ട്, കൊള്ളാം. അല്ല, എൻ്റെ ബാക്ക് വ്യൂ അല്ല, ഇതിൻ്റെ വീഡിയോയുടെ ബാക്ക് വ്യൂ ഇപ്പം ഇല്ല. ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. ഇവിടെ ഒന്നും കാണിക്കില്ല, മുമ്പ് കണ്ടൊക്കെ തന്നെയാ. ഈ മൗണ്ടൻ എനിക്ക് തോന്നുന്നു എൻ്റെ ബാക്കിലുള്ളതേ, എൻ്റെ ബാക്കിലുള്ള ഈ മൗണ്ടനാണ് ആൽപ്സ് മൗണ്ടൻ ആണെന്നാണ് ഞാൻ കേട്ടത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലാണ് മറ്റേ ഞാൻ കഴിഞ്ഞ ഡിസംബറിലല്ലേ ജനുവരിയിൽ ഓസ്ട്രിയയിൽ പോയിട്ടുണ്ടായിരുന്നു. അല്ല, ഓസ്ട്രിയ അല്ല, ആൽപ്സിൽ അല്ല, ഓസ്ട്രിയ. ഈ ആൽപ്സ് മൗണ്ടൻ്റെ ബാക്കിലാണ് ഓസ്ട്രിയ. അവിടെ പോയാൽ അവിടെ നിന്ന് റീലെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇപ്പറയാണ് ഞാൻ. വീണ്ടും ഞാൻ ഇവിടെ, അവിടെ ഞാൻ, ഇവിടെ ഞാൻ. കൊള്ളാല്ലേ? അങ്ങനെ കൊള്ളാം, ക്യൂട്ടായിട്ടുണ്ട്. ഇവിടെ ഫുൾ പ്രാന്തി വിചാരിക്കല്ലേ, ചെടിത്തണ്ടൊക്കെ എടുത്ത് ചെവി വെക്കുന്നത്. ഇത് കൊള്ളാം. ഈ ഔട്ട്ഫിറ്റ് പൂവ് പോയി, പിങ്ക് പൂ ഫ്ലോറൽ ഡ്രസ്. കൊള്ളാം. ബാ, കണ്ടിരിക്കാം, നമുക്ക് പോവാം. ഓക്കെ, ഇവിടെ കുറേ സൈക്കിൾസ് ഉണ്ട്. ജർമ്മനിന്ന് ഇപ്പം സ്വിറ്റ്സർലാൻഡിൽ വന്നിട്ട് എന്താ പുതുമ തോന്നിച്ചേ? ഇവിടുത്തെ ലാൻഡ് ടെറൈൻ. എന്താ? ഇവിടുത്തെ ലാൻഡ്സ്കേപ്പ് ആണോ? ജോഗ്രഫി കൊള്ളാം, ശരിയാ. ഇങ്ങനെ കുന്ന ഈ പോലെ കുന്ന വാലി. നമ്മള് വാലിയിൽ നിൽക്കുന്നു. മലയുടെ മുകളിൽ കര നദി മല. നമ്മുടെ ഡോറാബുജിക്കകത്തൊരു പറഞ്ഞാല് കര നദി കുന്ന്. ഇവിടെ നമുക്ക് ഇപ്പൊ കുഞ്ഞാവ ഉണ്ടായിരുന്നെങ്കിൽ, കുഞ്ഞാവ വലുതായിരുന്നെങ്കിൽ ഈ പാർക്ക്പ്ലക്സിൽ കളിക്കായിരുന്നു. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാം. യെസ് ഓർ നോ? ഓക്കെ, നമ്മള് ഫുഡ് എടുക്കാൻ പോവാ. ബാഗിൽ വെച്ചിട്ട് വരാം. ഫുഡ് കഴിക്കാൻ പോവാ. നമുക്ക് എന്തൊക്കെയുണ്ട്? ചിക്കൻ, ടോട്ടില, പിന്നെ വെള്ളവും ജ്യൂസും ഒക്കെ ഉള്ളു. നമ്മളിവിടെ നിന്ന് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ചപ്പാത്തി ചിക്കൻ ഫ്രൈയും ഉണ്ട്. വീണ്ടും ഞാൻ എത്തിയിരിക്കുന്നു. അടുത്ത സ്ഥലം നമ്മുടെ ഇൻസൾട്ട് വേൾഡ്. ഇവിടെ നമ്മൾ എത്തി, കാറൊക്കെ പാർക്ക് ചെയ്തു. ഞാൻ വിചാരിച്ചതിനേക്കാളും ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. നമ്മുടെ സ്ഥലം കാണിച്ചു തരാം. ബാക്ക് നമ്മൾ ഇനി അങ്ങോട്ടേക്ക് നടന്നു പോകണം. അവിടെയാണ് നമ്മുടെ ബ്ലൗസേ അല്ല, ബ്ലൗ കളറാണെങ്കിലും അത് ബ്രീൻസേ ആണ്. ബ്രീൻസേയിലോട്ടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അത് ഇൻസൾട്ട് വേൾഡിലാണ്. അവിടെ ഒരു ചെറിയൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടേക്കാണ് പോകുന്നത്.
എന്താ മനസ്സേ ഇപ്പൊ എത്ര കാണിക്കണേ? 1 മണിക്കൂറിന് ഒരു ടിക്കറ്റ് എടുക്കാൻ പോവാ പാർക്ക് ഫ്ലൈറ്റ്സിന്റെ എടുത്തിട്ട്. അയ്യോ MKMM 220 നമ്മൾ ടിക്കറ്റ് എടുത്തു. നമ്മളിവിടെ എത്ര മണിക്ക്? 5 മണിക്കൂർ അല്ലേ? 5 മണിക്കൂറിന് എത്രയാ കാണുന്നുണ്ടോ? അങ്ങനല്ല പിന്നോ 3 മണിക്കൂറിന് 3 ഷോ 5 മണിക്കൂർ 4:55 വരും. മതിയില്ല 5 €5. അയ്യോ ഭയങ്കര ചൂടാണ്. ഇന്ന് ദേഹം മൊത്തം പൊള്ളിന്ന് സൺടാൻ അടിച്ച് ഞാൻ ഒരു പരുവാം. നമുക്ക് അവിടെ ചെന്ന് എനിക്ക് അവിടെ ചെന്ന് മോനിസിൽ നിന്ന് നമ്മൾ മേടിച്ച ഗിഫ്റ്റ് കൊടുക്കണം. ഒരു ഊഹം കഴിക്കണം, ഫോട്ടോസ് എടുക്കണം. ഇതെന്റെ ലാസ്റ്റ് സ്ഥലമാണ്. ഇവിടെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ച് പോവാം. അപ്പോൾ അതൊക്കെ ചെയ്യണം. അതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. ഇപ്പൊ സമയം 12:30 ആയി. 12:30 തൊട്ട് ഒരു 5 മണി വരെ ഇവിടെ നിൽക്കാൻ വേണ്ടിയാ. ഈ ലേക്കൊക്കെ കണ്ട് സെറ്റാക്കാൻ. സൺസെറ്റ് വരെ നിൽക്കാനാണ് നമ്മൾ ChatGPT പറഞ്ഞത്. പക്ഷെ സൺസെറ്റ് 9:30-10 മണിയാവും. അപ്പൊ അത്ര നേരം നിൽക്കുന്നില്ല. നമ്മൾ 5 മണി വരെ നിന്നിട്ട് വരുന്ന വഴിക്ക് വേറൊരു ലേക്ക് കണ്ടായിരുന്നു. ഇതിൻ്റെയൊക്കെ ബാക്കി തന്നെയാ. പക്ഷെ അവിടെ കുറച്ചു നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കാനൊക്കെ പറ്റും. വേണമെങ്കിൽ കയറാം. ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സെക്ഷനിൽ കാണാനുള്ള വ്യൂ പോയിന്റ്. ഫസ്റ്റ് ലൗട്ടർ ബ്രൂണനായിരുന്നു, പിന്നെ ഇന്റർലേക്കനും, പിന്നെ ഇൻസൾട്ട് വാൾഡും. അത്രയൊക്കെ ഉള്ളൂ. ഇനി നമ്മൾ താഴേക്ക് പോവാം. ഇനി അവിടുത്തെ കുറച്ച് വീഡിയോസും ചാടുന്നു ഓടുന്നു ഒക്കെ കാണാം. അടിപൊളി സ്ഥലം. എൻ്റെ ഈശോയെ നല്ല രസമുണ്ട് കാണാൻ. പക്ഷെ കുറച്ചൊന്ന് വെയിൽ താഴുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. നമ്മളിന്ന് അങ്ങോട്ട് പോവല്ലേ? അതെ. പാർക്ക് ചെയ്യാൻ പറ്റും. പാവം മോനിച്ച് കൊറേ കഷ്ടപ്പെട്ടു. ഇവിടെ വീടുള്ളവരെ സമ്മതിക്കണം. എന്താ എന്ത് രസാ കാണാൻ. നോക്ക് എന്ത് രസല്ലേ. എനിക്കിതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറ്റുന്നില്ല. കണ്ട് ഞാനൊന്നും സംസാരിക്കുന്നില്ല. ഈ വ്യൂ തന്നെ കണ്ടാൽ മതി. അടിപൊളി. എന്താ ഇവിടെ മിണ്ടാണ്ട് നടക്കാനാണ് ഏറ്റവും നല്ലത് കേട്ടോ. കണ്ട് ആസ്വദിച്ച് നോക്ക്. നല്ല ബ്ലൂ എന്താ എന്ത് രസമാണ് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒന്നും പറയാനില്ല. നല്ല രസമുണ്ട് കാണാൻ. ഇതൊരു വില്ലേജ് ആട്ടോ. ഇതൊരു ആൾട്ടേ വില്ലേജാണ്. നമ്മൾ അതിൽ കൂടി ഇങ്ങനെ സ്ട്രീറ്റ് നടക്കും. അതിൻ്റെ സൈഡിലുള്ള വ്യൂ ആണ് നമ്മുടെ ഈ ലേക്ക്. കൊള്ളാം എനിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കുറച്ച് നേരം കറങ്ങി അടിച്ച് കഴിഞ്ഞാൽ മോസിൻ്റെ കൂടി ടൈം സ്പെൻഡ് ചെയ്യട്ടെ. എന്നിട്ട് ഞാൻ പിന്നെ വീഡിയോയിൽ വരാം. ഇങ്ങോട്ട് വാ, നേരെ വരാം. നേരെ വരാം. എന്തുവാ ഇത് കാണാൻ പറ്റണ്ടോ? ഞാൻ തന്നില്ലല്ലോ. ഐ ലവ് യു. താങ്ക് യു. അതിന് കാണാൻ പറ്റുന്നില്ല. കാണാം. ഇത് മനസ്സിലാണ് ജ്യോതിഷ്. നാളെ ഞങ്ങളുടെ ആനിവേഴ്സറി. മനസ്സിൽ വേറെ 20 കാണുന്നില്ല.
അങ്ങനെ നമ്മൾ ആനിവേഴ്സറി. പക്ഷെ എനിക്ക് ഈ സ്ഥലത്ത് വെച്ച് ഗിഫ്റ്റ് കൊടുക്കാനാണ് ഇഷ്ടം. എനിക്ക് വരുന്ന മനസ്സിലാക്കി വീണ്ടും മനസ്സിലായി. ക്യൂട്ടായിട്ടൊരു സാധനം. ഇത് എനിക്കൊന്നും ചെയ്യാനില്ല. ഇത് ഞാൻ കേക്കിൽ വെച്ചിട്ട് ഊതിയിട്ട് അവിടെ വെച്ച് കഴിക്കാനായിരുന്നു. പക്ഷെ അത് കേക്കില്ല. അങ്ങനെ മോശം ബ്രൗണി ഉണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞു. സാധനമില്ല. ഇത് ക്യാൻഡിലാണ്. ഫോട്ടോ എടുത്തു തന്നില്ല. ഗിഫ്റ്റുകൾ മോൻസ് കൊടുത്തു. മോൻസ് എന്നെ സ്വിറ്റ്സർലാൻഡിൽ കൊണ്ടുവന്നതാണ് മോൻസിന്റെ ഗിഫ്റ്റ്. ഫോട്ടോ എടുത്തിരുന്നു. അപ്പോൾ നമ്മുടെ സ്വിസ് വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. മടുത്തു. ഭയങ്കര വെയിൽ. രാവിലെ വന്ന ആ ഒരു എന്താ ആക്റ്റീവായിട്ടുള്ള സമയമൊക്കെ പോയി. ഭയങ്കര ക്ഷീണിച്ച് ടയേർഡായി. ടാനൊക്കെ അടിച്ച് എന്തൊരു വെയിൽ. പക്ഷേ എനിക്കിവിടെ ഇഷ്ടമാണ്. വെയിലില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമുണ്ട്. മനസ്സ് ഗിഫ്റ്റ് പൊട്ടിച്ചു നോക്ക്. ആനിവേഴ്സറിക്ക് തന്നെ ഗിഫ്റ്റ് ആണ്. അത് മാത്രമല്ല, പക്ഷെ അതിലൊരെണ്ണം അത് ഞാൻ ഒരു ഗിഫ്റ്റ് ഇതാണ്. അത് ഗിഫ്റ്റ് അതാണ്. അടുത്ത ഗിഫ്റ്റ് ഇത്. പിന്നൊരു ഗിഫ്റ്റ് ഇതാണ്. പിന്നെ ബലൂണ്. ബലൂണിന്റെ കമ്പ് താഴെയുണ്ട്. ഇതാണ്. ഇത് ഭയങ്കര ഒരു സംഭവം തോന്നുന്നു. ബട്ടർഫ്ലൈ. പക്ഷെ അതെന്തോ എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതിനകത്ത് നമ്മള് എന്നെ ഒരു പറ്റിച്ച. ഇതിനകത്ത് നമ്മള് എന്താണ് എഴുതിയിട്ടുണ്ട്. ഇതാണ് ഗിഫ്റ്റ്. ഗണേശൻ വായിക്കിട്ട് ഞാന്. ഗണേശ് ഔഗൻബ്ലിക്. മോനസ് ആ കാണുന്നതിനെ ഗണേശൻ ചെയ്തു. എൻജോയ് ചെയ്തു. ആ പേപ്പർ കഷ്ണത്തിനെ കണ്ട് ഞാൻ നോക്ക്. അത് നല്ലൊരു ബട്ടർഫ്ലൈ അതിനകത്തുണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെയാണ് ജർമ്മനിലെ ആൾക്കാര് എൻജോയ് ചെയ്യുന്നത്. ബർത്ത്ഡേ ഗിഫ്റ്റുകളും. എന്താണേലും എന്താ ഞാൻ ഉണ്ടാക്കിയ. ഇതിനകത്ത് ഗിഫ്റ്റ് ഉണ്ട്. അതിനകത്തൊരു ചോക്ലേറ്റ് ഉണ്ട്. അതിനകത്ത് വേറെ എന്തെങ്കിലുണ്ടോ? ഓ അപ്പൊ മറ്റേ ആരോ ചോക്ലേറ്റ് മുക്കിയതാ മോൻസേ. ഇതിനകത്ത് ചോക്ലേറ്റ് എടുത്തിട്ട് മാറ്റി വെച്ചതാ. ഇതിനകത്തും ഗണേശന്റെ ഔഗൻബ്ലിക്ക. എന്തായാലും താങ്ക് യു. ഇഷ്ടായോ ബലൂൺ? ബലൂൺ ഇഷ്ടായി. തന്ന സാധനങ്ങളൊക്കെ എനിക്ക് അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടല്ലോ ഇട്ടായിരുന്നു. ഇത് നല്ല ക്യൂട്ടായിട്ടുണ്ട്. അങ്ങനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് കേക്കൊന്നും കിട്ടിയില്ല ഗൈസ്. കേക്കിന് ക്യാൻഡിൽ മേടിച്ചത് വേസ്റ്റ് ആയി. അത് ഇവിടെ വെച്ച് കുടിക്കാൻ പറ്റും. അത് 12 മണിക്ക് പൊട്ടിക്കാനാണ്. പക്ഷെ 12 മണി മുന്നേ ഞങ്ങള് ഫ്രാങ്ക്ഫർട്ടിലെത്തിയപ്പോ അതും ഫ്ലോപ്പായി. അതുകൊണ്ട് കിട്ടിയ പോലെ ഞങ്ങൾ ഈ പാർക്കിലിരുന്ന് നമ്മള് സ്വിറ്റ്സർലൻഡിലെത്തി. എന്തായാലും ഈ പാർക്കിലിരുന്ന് ഞങ്ങൾ ഗിഫ്റ്റ് കൊടുത്തു. ബാക്കിയൊന്നും കുഴപ്പമില്ല. കേക്കൊന്നും വേണ്ട. സെറ്റ് പിന്നീട് കുടിക്കാം അല്ലേ? ഫോൺ നേരെ പിടിക്കാമോ? അപ്പൊ ഞങ്ങള് ചരിച്ചു പിടിച്ച ടിവിയിൽ ഇങ്ങനെ ഇരിക്കണോ? ഓക്കെ. ഞങ്ങൾ അപ്പൊ ഇവിടുന്ന് പോവാ. ഇനിയും വീഡിയോസ് ഒന്നും എടുക്കുന്നില്ല. മടുത്തു, ക്ഷീണിച്ചു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ ബൈ. നമ്മളിപ്പോ എവിടെയായിരുന്നു? ഇൻസെക്ട് വാർഡിൽ. അടിപൊളി സ്ഥലമാണ്. വെയിലായിപ്പോയി ഇവിടെ. അതുകൊണ്ട് പ്രശ്നം. അല്ലെങ്കിൽ അടിപൊളി സ്ഥലമാണ്. നല്ല റൊമാൻറ്റിക് പ്ലേസ് ആണ്. ഞാൻ എൻജോയ് ചെയ്തു. മോനസും എൻജോയ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. ഒരു കാർഡും കൂടി ഉണ്ട് മോൻസേ. ഫിഡിഷ് വായിച്ചു നോക്ക്. അതെ ഇങ്ങനെ അത് സർപ്രൈസാ. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളാ.
മതി മതി. ഇഷ്ടായോ? ഓക്കെ, താങ്ക്സ്. സൂക്ഷിച്ച് വെക്കണം. അടുത്ത 20ാമത്തെ ആനിവേഴ്സറിക്ക് നമുക്ക് കാണാം. അറിയില്ല, അന്ന് നമ്മള് ബേബീസ് ആയിട്ടായിരിക്കും. അറിയില്ല. നമ്മൾ 15ാമത്തെ ആനിവേഴ്സറി വളരെ നന്നായി ആഘോഷിച്ചു. ഓക്കെ, ബൈ.